അസമിൽ 86 മുതൽ 101 സീറ്റ് വരെ നേടി ബി.ജെ.പി. അധികാരത്തിൽ വരുമെന്ന് പോൾ ഡയറി പ്രവചിക്കുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റം ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള 142 മുതൽ 171 സീറ്റുകൾ വരെ ബി.ജെ.പി. അധികാരം പിടിക്കുമെന്ന് 99 മുതൽ 127 സീറ്റ് വരെ മാത്രമാണ് TMC നേടുക എന്നുള്ളതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ പോലും ബി.ജെ.പി. പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുമെന്നുള്ളതാണ് പോൾ ഡയറി. ഇപ്പോൾ ഓരോന്നോരോന്നായി ശ്യാമിലി ഓരോരോ ഏജൻസികളുടേതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ ഒരു എക്സിറ്റ് പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ പോൾ ഡയറിയാണ്. അസമിലും പശ്ചിമ ബംഗാളിലും ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അസമിൽ ബി.ജെ.പി. 86 മുതൽ 101. ന്യൂസ് 18 കേരളം 70 മുതൽ 80 സീറ്റുകൾ വരെ കേരളത്തിൽ UDF നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. അതായത് ഭരണം പിടിക്കും, ഭരണ തുടർച്ച ഉണ്ടാകില്ല, UDF ഭരണം പിടിക്കും എന്നുള്ളതാണ് CNN ന്യൂസ് 18 കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്നത് ആ നിമിഷത്തിൽ CNN ന്യൂസ് 18 കേരളത്തിന്റെ എക്സിറ്റ് പോൾ പ്രവചനം വരുമ്പോൾ 70 മുതൽ 80% വരെ കേരളം പിടിക്കുമെന്നുള്ളതാണ്. ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാംക്ഷയുടെ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. CNN ന്യൂസ് 18 കേരളത്തിൽ 58 മുതൽ 68 വരെ സീറ്റുകൾ LDF നേടും എന്നുള്ളതാണ് പറയുന്നത്. പോരാട്ടം അല്ലേ? 58 മുതൽ 68 എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് CNN ന്യൂസ് 18 പറയുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലം ആദ്യം കേരളത്തിൻ്റെത് വന്നിരിക്കുന്നത് CNN ന്യൂസ് 18 ആണ്. 80 സീറ്റ് വരെ UDF നേടുമെന്ന് പറയുന്നു. 58 മുതൽ 68 വരെ LDF നേടുമെന്ന് പറയുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഭരണമാറ്റമാണ് കേരളം ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത്തരത്തിലാണ് എക്സിറ്റ് പോളിൽ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഓരോരോ സ്ഥലങ്ങളിലേതായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലം വരികയാണ്. CNN ന്യൂസ് 18 ആണ് കേരളത്തിന്റെ ഫലം. ശ്യാമിലി 0 മുതൽ 4 സീറ്റ് വരെ ബി.ജെ.പി. നേടുമെന്നും CNN ന്യൂസ് 18 സീറ്റുകൾ ലഭിച്ചേക്കില്ല, പക്ഷേ ലഭിക്കുകയാണെങ്കിൽ 4 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബി.ജെ.പി. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ലക്ഷ്യമാണ് നിയമസഭയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നുള്ളത്. അവിടെയാണ് തുറക്കാനാകും ഇത്തവണയെങ്കിലും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷ. അവർ 1 സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് അവരുടെ ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ സീറ്റുകൾ ലഭിക്കാതിരിക്കുകയും എന്നാൽ ലഭിക്കുന്ന പക്ഷം ചിലപ്പോൾ 4 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ് പറയുന്നത്. CNN ന്യൂസ് 18 എന്തായാലും CNN ന്യൂസ് 18 ആകമൊത്തം പറയുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്നുള്ളതാണ്. 80 സീറ്റ് വരെ 60 മുതൽ 80 സീറ്റ് വരെ കോൺഗ്രസ് UDF നേടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം 68 സീറ്റ് വരെയാണ് LDF നേടും എന്ന് പറയുന്നത്. മറ്റ് സർവേകൾ കൂടി ഈ ഒരു സമയത്ത് വരേണ്ടതുണ്ട്. നമ്മളെല്ലാം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യ പ്രവചിക്കുന്ന അസമിൽ വീണ്ടും ബി.ജെ.പി. തന്നെ തുടരും എന്ന് തന്നെ പ്രവചിക്കുകയാണ്. 88 മുതൽ 100 സീറ്റുകൾ വരെ നേടും എന്ന് പറയുന്നു. കോൺഗ്രസ് നേടുക 24 മുതൽ 36 സീറ്റുകൾ വരെ എന്നാണ് പറയുന്നത്. മാട്രിക്സ് അസമിൽ പറയുന്നത് ബി.ജെ.പി. 85 മുതൽ 95 വരെ എന്ന് മാട്രിക്സ് പ്രവചിക്കുന്നു. കോൺഗ്രസ് 25 മുതൽ 32 സീറ്റുകൾ വരെ നേടാം എന്നും പറയുന്നു. പീപ്പിൾസ് പൾസ് തമിഴ്നാട്ടിൽ DMK തന്നെയാണ്. DMK ഭരണ തുടർച്ച ഉണ്ടാകും. DMK തുടർ ഭരണം പ്രവചിക്കുന്നു പീപ്പിൾസ് പൾസ്. തമിഴ്നാട്ടിൽ TVKയുടെ ഒക്കെ ഒരു വലിയ അധിനിവേശം ഉണ്ടെങ്കിൽ പോലും DMK തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. 18 മുതൽ 24 വരെ സീറ്റുകൾ അവർ പറയുന്നുണ്ട് കേട്ടോ. പീപ്പിൾസ് പൾസ് തമിഴ്നാട്ടിൽ 18 മുതൽ 24 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് പറയുന്നത്. TVK സംബന്ധിച്ച് വലിയ മുന്നേറ്റം തന്നെയാണ്. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ എത്തുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് എത്രയും സീറ്റുകൾ നേടുക എന്നുള്ളത് കേരളത്തിലേത് ഇപ്പോൾ CNN ന്യൂസ് 18 മാത്രമാണ് ഈ ഒരു സമയത്ത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ അത് UDF-ന് അനുകൂലമായിട്ടാണ്. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ബി.ജെ.പി. 0 മുതൽ 4 സീറ്റുകൾ വരെ നേടും. സീറ്റ് നേടാതിരിക്കാം, നേടുകയാണെങ്കിൽ 4 സീറ്റുകൾ വരെ നേടും എന്നുള്ളതാണ് പറയുന്നത്. ശ്യാമിലി ഏറ്റവും പ്രധാനം ബംഗാളിൽ ഭരണമാറ്റം ഉണ്ട് എന്നുള്ള തരത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ബംഗാളിൽ ഭരണമാറ്റം പ്രവചിക്കുന്നുണ്ട് നിലവിൽ. അത് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഭരണമാറ്റം അല്ലെങ്കിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മറിച്ചാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഉയർന്ന പോൾ ഇത്തവണ 2 ഘട്ടങ്ങളിലും വലിയ ഉയർന്ന പോളിംഗ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഭരണ അനുകൂലമാണോ ഭരണമാറ്റത്തിനുള്ള സാധ്യതയാണോ എന്നും അറിയില്ല. പക്ഷേ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ ഇപ്പോൾ വരുമ്പോൾ അതൊരു സൂചനയായി വേണമെങ്കിൽ കാണേണ്ടി വരും. എന്തായാലും നമുക്ക് ആസിഫിലേക്ക് കൂടി പോകാം. ആസിഫ് ഓരോന്നോരോന്നായി വരികയാണ്. പ്രത്യേകിച്ചും CNN ന്യൂസ് 18 ഒക്കെ പറയുന്നത് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും, എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലേതാണല്ലോ കൂടുതൽ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഏതൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഈ ഒരു സമയത്ത് വരുന്നത്? CNN-ന്റെ അടക്കം കണക്കുകൾ ഏത് രീതിയിലാണ്? തീർച്ചയായും നമുക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ഫലങ്ങളും വന്നത് CNN ന്യൂസ് 18 മാത്രമാണ്. അതിൽ LDF-ന് 58 മുതൽ 68 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. UDF-ന് 70 മുതൽ 80-ഉം NDA-ക്ക് 4 സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തമായ മേൽക്കൈ എന്ന തരത്തിലേക്ക് ആ ഒരു സർവേയും എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 70 മുതൽ 80 സീറ്റ് വരെ UDF നേടാനുള്ള ഒരു സാധ്യത. LDF 58 മുതൽ 68 സീറ്റ് വരെയാണ് LDF-ന് പ്രവചിക്കുന്നത്. അപ്പോൾ
അപ്പോഴും നമുക്ക് ഇഞ്ച് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന സർവേ പ്രകാരം പറയാൻ കഴിയുക. കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടന്നു. UDF അവകാശപ്പെടുന്നത് പോലെ 100-ന് മുകളിലേക്ക് സീറ്റ് പോകാനുള്ള ഒരു സാധ്യത ഇല്ല. LDF അവകാശപ്പെടുന്നത് പോലെ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തേക്ക് പോകുമോ എന്നും ഈ ഒരു ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിലും UDF-ന് മേൽക്കൈയാണ് ഏതായാലും CNN പ്രവചിക്കുന്നത്. ഈ ആക്സിസിന്റെ അടക്കമുള്ള മറ്റു കൂടുതൽ ഫലങ്ങൾ ഇനി വരേണ്ടതുണ്ട്. JVC ടൈംസ് നൗവിന്റെ ഫലങ്ങൾ ഇനി വരേണ്ടതുണ്ട്. അത് കേരളം ഉടൻ തന്നെ ഈ ഒരു ഘട്ടങ്ങളിൽ അവരും അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF-ന്റെ വോട്ട് ഷെയറിൽ ഏത് തരത്തിലായിരിക്കും? ആക്സിസിന്റെ പ്രകാരമാണ് UDF-ന്റെ വോട്ട് ഷെയറിൽ വലിയ രീതിയിൽ, അതായത് UDF പ്ലസ് 13 സീറ്റുകൾ UDF 18 ഓരോ ഏജ് ഗ്രൂപ്പ് അടക്കം അവർ ഇപ്പോൾ അതായത് 44% വോട്ട് ഷെയർ വരും എന്നാണ് ആക്സിസ് ബൈ ഇന്ത്യ പറയുന്നത്. അതിൽ ഏജ് ഗ്രൂപ്പാണ് അത് ജെൻസി, അത് 18 മുതൽ 18-19 ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ജെൻസികൾ UDF-നൊപ്പം നിൽക്കുന്നു എന്നാണ് ആക്സിസ് ബൈ ഇന്ത്യയുടെ പ്രവചനം. 51 വരെ, അതായത് പ്ലസ് 13, അതാണ് ആ കണക്കെന്നാണ്. ജെൻസികൾ മാത്രമല്ല, അതിനപ്പുറത്തുള്ള യുവാക്കൾ 20 മുതൽ 29 വയസ്സ് വരെയുള്ളവർ 54% ആളുകളും UDF-നൊപ്പം നിൽക്കുമെന്നുള്ള രീതിയിൽ കൂടെ കണക്കുകൾ വരുന്നുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും കൂടുതൽ UDF-നാണ് തവണ. അതിന്റെ ആകമൊത്തം കണക്ക് എന്ന് പറയുന്നത് 44% ആളുകൾ UDF-ന് വോട്ട് ഷെയർ പോകുന്നു, 39% LDF-ന്, 14% NDA-ക്കും പോകുന്നു എന്നുള്ളതാണ്. ഏജ് വൈസ് ആയിട്ടുള്ള കണക്കുകൾ കൂടി എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പ്രായം അനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ ജെൻഡർ അനുസരിച്ചും ഒക്കെയാണ് വരുന്നത്. അതിൽ ഏജ് വൈസ്